സ്വാഗതം. എന്തുകൊണ്ടാണ് എൻ്റെ ജീവിതത്തിൽ മാത്രം ഇതേപോലെ കാര്യങ്ങൾ നടക്കുന്നത്, ഒരേപോലെ കാര്യങ്ങൾ തിരിച്ചു തിരിച്ചു വരുന്നത്? ഉദാഹരണത്തിന് രോഗം. ഒരു രോഗത്തിന് ചികിത്സിക്കുമ്പോൾ വേറെ രോഗം വരുന്നു, രോഗശാന്തി ലഭിക്കുന്നില്ല. അല്ലെങ്കിൽ എപ്പോഴും ഇടപെടുന്ന ബന്ധങ്ങളിൽ ആളുകൾ നമ്മളെ പറ്റിക്കുന്നു, ഒരു ടോക്സിക് റിലേഷൻഷിപ്പിൽ ചെന്നപ്പെടുന്നു. അല്ലെങ്കിൽ ധനപരമായിട്ട് നമ്മൾ കൊടുക്കുന്ന പണം തിരിച്ചു വരുന്നില്ല, ചെയ്യുന്ന ജോലിയിൽ സമാധാനമില്ല, അല്ലെങ്കിൽ ജോലി കിട്ടുന്നില്ല, ചെയ്യുന്ന ജോലിയിടത്ത് നിൽക്കാൻ പറ്റുന്നില്ല. ഇത് ഒരു തവണയല്ല, പലതവണ 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 എവിടെ പോയാലും നമുക്കൊരു പുരോഗതിയില്ല. നമ്മൾ മലയാളത്തിൽ പറയുന്ന മാതിരി ഇടിവെട്ടേറ്റവനെ പാമ്പ് കടിച്ചു എന്ന് പറഞ്ഞ പോലെ ഒരേ സമയത്ത് മൾട്ടിപ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ. ഇതെന്തുകൊണ്ട് സംഭവിക്കുന്നു? ഒരുപാട് പേര് ടാരോ റീഡിങ്ങിന് വരുമ്പോൾ കാണുന്ന കോമൺ ആയിട്ട് പറയുന്ന ഒരു പ്രശ്നമാണിത്. ഇതിന് ഒരു ഉത്തരം നൽകാൻ പറ്റുമോ എന്നുള്ളതാണ് വീഡിയോ. അവസാനം വരെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ എൻ്റെ അറിവിലും ജ്ഞാനത്തിലുമുള്ള കാര്യങ്ങൾ താങ്കളുമായിട്ട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നു. ആദ്യമായിട്ടാണ് എന്നെ കാണുന്നതെങ്കിൽ എൻ്റെ പേര് പ്രദീപ് ഹരിഹരൻ എന്നാണ്. ഞാനൊരു ടാരോ ആൻഡ് സ്പിരിച്വൽ അബണ്ടൻസ് കോച്ചാണ്. ആത്മീയ ഒരു യാത്രയിലാണ് ഞാൻ. എൻ്റെ ആത്മീയ പരീക്ഷണങ്ങൾ എന്നാണ് ഈ ചാനലിൻ്റെ പേരിട്ടിരിക്കുന്നത്. ഇത് രണ്ടാമത്തെ ചാനലാണ്. വേറൊരു ചാനലുണ്ട്, പ്രദീപ് ഹരിഹരൻ മലയാളം ടാരോ കോച്ച് എന്നുള്ളത്. ടാരോനെ കുറിച്ച് കൂടുതൽ അറിയാൻ നിങ്ങൾക്ക് ആ ചാനൽ വിസിറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ആദ്യം നമുക്ക് അറിയേണ്ടത് തലവരയാണോ എന്നുള്ള ഒരു ചോദ്യമാണ്. തലവര എന്ന് പറയും ആത്മാവിൻ്റെ രൂപരേഖ, സോൾസ് ബ്ലൂ പ്രിൻ്റ് എന്നൊരു വാക്കുണ്ട്, അത് ടാരോയിൽ ഉപയോഗിക്കുന്നതാണ്. ഇതാണോ എന്ന് നമുക്ക് ആദ്യം നോക്കാം. പൊതുവേ നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രശ്നം വരുമ്പോൾ പറയുന്ന ഒരു കാര്യം ഇത് എൻ്റെ തലവരയാണ് എന്നുള്ളതാണ്. ശരിക്കും ടാരോയിൽ വരുമ്പോൾ നമ്മൾ തലവര എന്ന വാക്ക് ടാരോയിൽ ഞാൻ ഉപയോഗിച്ച് കാണാറില്ല. പകരം അവർ പറയുന്നത് ഇതൊരു ആത്മീയ യാത്രയിലാണ് നമ്മൾ എന്നുള്ളതാണ്. തലവര എന്ന് പറയുമ്പോൾ ഒരു കുഴപ്പം എന്തെന്നാൽ നമുക്കിത് മാറ്റാൻ പറ്റില്ല. അതായത് നമ്മളത് ആക്സെപ്റ്റ് ചെയ്യാണ്, ഓക്കെ ഇങ്ങനെയാണ്, ഇനി മരണം വരെ ഞാൻ ഇങ്ങനെ തന്നെ ആയിരിക്കുമെന്നും. മറിച്ച് നമ്മൾ ചിന്തിക്കുകയാണ് ഇതങ്ങനെയല്ല. നമുക്കിത് അടുത്തൊരു ഘട്ടത്തിലേക്ക് എത്തുന്നതിന് മുമ്പ് നമ്മൾ നേരിടുന്നൊരു പരീക്ഷണം. നമ്മളൊരു ഹൈവേയിലൂടെ യാത്ര ചെയ്യുമ്പോൾ നിങ്ങൾക്കറിയാം, ടോള് കൊടുത്തേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അതേപോലെ ജീവിതത്തിൽ നല്ലൊരു ജീവിതം നയിക്കണമെങ്കിൽ ഒരുപക്ഷെ നമുക്ക് ടോള് കൊടുക്കുന്നതായിരിക്കാം ഈ വേദനകൾ എന്ന് പറയുന്നത്. ഒരിക്കലും നമ്മൾ ടോള് സന്തോഷത്തോടെ എല്ലാവരും കൊടുക്കുന്നത്. എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ, യൂണിവേഴ്സ് നമ്മുടെ ജീവിതം തന്നിട്ടുള്ളത് ജീവിതം ഒരു ശിക്ഷയായിട്ടല്ല എന്നുള്ളതാണ്. അതായത് ഇവിടെ നാം വന്നിരിക്കുന്നത് ഒരു ശിക്ഷ അനുഭവിക്കാനുള്ളതല്ല എന്നുള്ളതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. ജീവിതം എന്ന് നമ്മളിവിടെ വന്നിരിക്കുന്നത് ഇതൊരു യാത്രയാണ്. ഈ യാത്രയിൽ നാം കടന്നു പോകേണ്ട ഒരുപാട് ഘട്ടങ്ങളുണ്ട്. ഉദാഹരണത്തിന് നമ്മൾ കൊച്ചുകുട്ടിയായിരുന്നപ്പോൾ എണീറ്റ് നടക്കാൻ നോക്കിയപ്പോൾ ഒരുപാട് തവണ നമ്മൾ വീണിട്ടുണ്ടാവും, ഒരുപാട് തവണ നമ്മൾ വേദനിച്ചിട്ടുണ്ടാവും, കരഞ്ഞിട്ടുണ്ടാവും. പക്ഷെ അന്ന് നമുക്ക് വലിയ ബോധമൊന്നും ഇല്ലാത്തത് കൊണ്ട് നമ്മൾ വീണ്ടും എണീറ്റ് നടന്നു. അതേപോലെ ജീവിതത്തിൻ്റെ പല ഘട്ടങ്ങളിൽ നമ്മൾ ഇതേപോലെ വീണു പോകുമ്പോൾ നമ്മൾ ആ കുട്ടി നമ്മൾ കുട്ടിയായിരുന്നപ്പോൾ കാണിച്ച അതേ എനർജിയിൽ വേണം മുന്നോട്ട് പോകാൻ എന്നുള്ളതാണ്. തലവര സോൾ ബ്ലൂ പ്രിൻ്റ് എന്നതിലാണ് നമ്മൾ നിന്നത്. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മളെപ്പോഴും മനസ്സിലാക്കുന്നത് നമ്മൾ എന്തിനാണ് ഇവിടെ വന്നിരിക്കുന്നത് എന്നുള്ളതാണ്. അതായത് യൂണിവേഴ്സിൽ നാം ജനിച്ചതിൻ്റെ പിന്നിലെ പേർപ്പസ് എന്താണെന്നുള്ളതാണ്. നമ്മളെപ്പോഴും ഓർക്കണം, ഇവിടെ ജനിക്കുക എന്ന് പറയുന്നത് വലിയൊരു അനുഗ്രഹമാണെന്നുള്ളതാണ് എല്ലാ സ്പിരിച്വൽ ടെക്സ്റ്റുകളിലും എഴുതി വെച്ചിരിക്കുന്നത്. ഞാൻ വായിച്ചിട്ടുള്ള എല്ലാത്തിലും നമ്മളിവിടെ ജനിക്കുന്നതിൻ്റെ പിന്നിലെ പർപ്പസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മളിവിടെ വന്ന് ഒരു ആത്മീയ യാത്രയിലൂടെ കടന്നുപോയി ഒരു പ്യൂരിഫൈഡായി തിരിച്ച് നമ്മളെവിടെ നിന്ന് വന്നു അവിടേക്ക് തിരിച്ചു പോകാൻ വേണ്ടിയിട്ടാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ആത്മീയ യാത്രയിൽ നാം കടന്നു പോകേണ്ട കടുത്ത പരീക്ഷണ ഘട്ടങ്ങളുണ്ട്. അത് ഏത് ഇതിൽ നോക്കിയാലും എന്താ പറയുക, നമുക്കത് കാണാൻ പറ്റും. അതായത് പരീക്ഷണങ്ങളില്ലാതെ ആരും വിജയിച്ചിട്ടില്ല എന്നുള്ളതാണ്. പരീക്ഷണങ്ങളിലൂടെ കടന്നു പോകുമ്പോഴാണ് നാം വിജയിക്കുന്നത്. ഡോക്ടർ APJ അബ്ദുൽ കലാം പറഞ്ഞെന്നുള്ളൊരു ഡയലോഗുണ്ട്, ദർ ആർ നോ ഒബ്സ്റ്റക്കിൾസ് ഇൻ ലൈഫ്, ഓൺലി ഓപ്പർച്യൂണിറ്റീസ് എന്നോ അല്ലെങ്കിൽ ചലഞ്ചസ് എന്നോ എന്നാണ് പറയുന്നത്. അതായത് ജീവിതത്തിൽ ഒരു തടസ്സങ്ങളുമില്ല, വെല്ലുവിളികൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ എപ്പോഴും വെല്ലുവിളികളായിട്ട് മാത്രമേ ഇത് കാണാൻ പാടുള്ളൂ. ഇന്ന് നിങ്ങൾക്ക് ആരോഗ്യപരമായിട്ടൊരു വെല്ലുവിളി നേരിടുന്നുണ്ടെങ്കിൽ ഇത് നിങ്ങളെ പഠിപ്പിക്കുന്നത് ഒരുപക്ഷെ ആരോഗ്യം നല്ല രീതിയിൽ നോക്കാൻ വേണ്ടിയിട്ടായിരിക്കാം. ബന്ധങ്ങളിൽ നോക്കുന്നുണ്ടെങ്കിൽ അടുത്ത ബന്ധം കൂടുതൽ റെസ്പെക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കാം. എന്തു തന്നെയായാലും ഞാൻ അതിലേക്ക് പോകുന്നില്ല. ഞാൻ നിങ്ങളോടൊരു എക്സസൈസ് ചെയ്യാൻ പറയുന്നു. അതായത് നിങ്ങൾ കണ്ണുകൾ അടയ്ക്കുക, എന്നിട്ട് ഒരു സെക്കൻഡ് ആലോചിക്കുക, എന്ത് വികാരമാണ് ഇപ്പോൾ നിങ്ങൾ അനുഭവിക്കുന്നത്. അതായത് ദേഷ്യമാണോ, അതോ തിരസ്കാരമാണോ, ഭയമാണോ, അല്ലെങ്കിൽ നാണക്കേടാണോ, അല്ലെങ്കിൽ ഓവർ ബേർഡൻ ആണോ, അതല്ല നമുക്ക് ഒന്ന് എന്ത് ഡിജക്ഷൻ എന്ന് പറയും, നിരാശയാണോ, എന്ത് വികാരമാണ് ഇപ്പോൾ പ്രധാനമായിട്ടും നമ്മുടെ ഉള്ളിലുള്ളത് എന്നൊരു സെക്കൻഡ് ചോദിക്കുക. രണ്ട് എന്ന് പറയുന്നത്, ഏത് മേഖലയിലാണ് നിങ്ങൾക്ക് തോന്നുന്നത്? പ്രധാനമായിട്ടൊരു മേഖല ചൂസ് ചെയ്യാൻ പറ്റുമോ? അത് ആരോഗ്യമാണോ, ബന്ധങ്ങളിലാണോ, അതോ ഫിനാൻഷ്യൽ ആയിട്ടുള്ള ഏരിയയിലാണോ വരുന്നത്, അതോ ബുദ്ധിപരമായിട്ട് തൊഴിൽപരമായിട്ടുള്ളതാണോ, അതോ മൊത്തത്തിൽ നിങ്ങൾക്ക് ലൈഫിലൊരു പൾസ് ഇല്ലേ എന്നുള്ളത്. ഒരു കാര്യം ഞാൻ പറഞ്ഞോളട്ടെ, നിങ്ങൾക്കിത് പറഞ്ഞു തരുമ്പോൾ ഞാനൊരിക്കലും എല്ലാം തികഞ്ഞൊരു ജീവിതം നയിക്കുന്നു എന്ന് നിങ്ങൾ കരുതരുത്. ഞാനും ഈ ഒരു യാത്രയിലാണ്. കടുത്ത വെല്ലുവിളികൾ പല മേഖലയിൽ ഞാൻ നേരിടുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മളിത് പറയുന്നതും ഇതിൽ നിന്ന് മനസ്സിലാക്കി പാഠങ്ങൾ ഉൾക്കൊണ്ട് മുന്നോട്ട് പോകുന്നത്. ഉദാഹരണത്തിന്, നിങ്ങൾ
ഇന്ന് ഞാൻ ഒരു ധനപരമായിട്ടൊരു വെല്ലുവിളി നേരിടുന്നുണ്ടെങ്കിൽ എൻ്റെ മെൻറ്റർ പറയുന്ന ഒരു കോമൻ്റ് ഉണ്ട്. അതായത് നമ്മളൊരു ചെറിയ കുട്ടിയായിരുന്നു, നമുക്കൊരു കുട്ടിയുണ്ടെന്ന് കരുതുക, നിങ്ങൾ അച്ഛനാണെന്ന് കരുതുക. നമ്മളൊരു പാർക്കിൽ പോകുന്നു. പാർക്കിൽ പോകുമ്പോൾ മോൻ ചോദിക്കണം, അച്ഛൻ എനിക്കൊരു ഐസ്ക്രീം മേടിച്ചു തരുമോ എന്ന് ചോദിക്കുന്നു. അപ്പോൾ നിങ്ങൾ ഐസ്ക്രീം സ്റ്റാളിൽ പോകുന്നു, ഒരു ഐസ്ക്രീം വാങ്ങുന്നു. കോൺ ഐസാണ് അതൊരു, നിങ്ങൾക്കറിയാം, ഒരു സ്കൂപ്പ് ഐസ് വയ്ക്കുന്നു. എന്നിട്ട് നമ്മൾ ഈ കുട്ടീനെ കൊണ്ട് നടക്കുമ്പോൾ പെട്ടെന്ന് ഈ സ്കൂപ്പ് അതിൽ നിന്ന് വീണ് പോകുന്നു. അപ്പോൾ എന്ത് പറ്റും? കുട്ടി കരയും. അപ്പോൾ നമുക്ക് വിഷമാവും, നാച്ചുറലി ആസ് എ ഫാദർ അല്ലെങ്കിൽ അമ്മയാണെങ്കിൽ നമുക്ക് വിഷമാവും. അപ്പോൾ നമ്മൾ പോകുമ്പോൾ വേറൊരു ഐസ്ക്രീംകാരനെ കാണുന്നു, നമ്മൾ അയാളുടെ അടുത്ത് പോകുന്നു. അപ്പോൾ അദ്ദേഹം അവിടെ 3 സ്കൂപ്പ് ഐസ്ക്രീം, ഒരു ഓഫറുണ്ട്. അപ്പോൾ മോൻ പറയുന്നു, അച്ഛാ എനിക്കത് മേടിച്ചാൽ, അല്ലെങ്കിൽ അമ്മ അത് മേടിച്ചാന്ന് പറയുന്നു. അപ്പോൾ നമ്മളെന്തേ കുട്ടിയോട് പറയാം, ആദ്യം നീ ഒരെണ്ണം തിന്നാൻ പഠിക്കും, എന്നിട്ടാവാം 3 ഇത് എൻ്റെ മെൻറ്റർ എന്നോട് പറഞ്ഞിട്ടുള്ള കഥയാണ്. അതേപോലെയാണ് ലൈഫ് എന്ന് പറയുന്നത്. നമ്മളിന്ന് എന്തെങ്കിലും ഒരു നേരിയ വെല്ലുവിളി തരുന്നെങ്കിൽ നമുക്ക് വലിയ ഒരു നല്ല കാര്യം അപ്പുറത്ത് യൂണിവേഴ്സ് ബാക്കി വെച്ചിട്ടുണ്ട്. പക്ഷേ അത് കിട്ടുന്നതിന് മുമ്പ് നമ്മൾ യൂണിവേഴ്സ് പരീക്ഷിക്കുകയാണെന്നുള്ളതാണ്. ഇത് കൃത്യമായിട്ട് ഞാൻ മനസ്സിലാക്കിയത് ടാരോ പഠിക്കാൻ വന്നപ്പോഴാണ്. കാര്യം എന്ന് വെച്ചാൽ ടാരോ എന്ന് പറയുന്നത് പഞ്ചഭൂതങ്ങളിൽ അധിഷ്ഠിതമായിട്ടുള്ള 78 കാർഡുകളുടെ ഒരു മനുഷ്യ യാത്രയെ കുറിച്ചിട്ട് പറയുന്ന ഒരു കാർഡുകളാണ്. അതിലുള്ള എല്ലാ ചിത്രങ്ങളിലും നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കാൻ സാധ്യതയുള്ള 78 കാര്യങ്ങളാണ്. അതിൽ 22 കാര്യങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ ആത്മീയ യാത്രയാണെന്നാണ് പറയുന്നത്. ആത്മീയ യാത്ര എന്ന് പറഞ്ഞാൽ എന്തിനാണ് നാം ഈ ലോകത്ത് വന്നത് എന്ന് തിരിച്ചറിയാനുള്ളതാണ്. അത് ഒരു ടാരോ റീഡ് ചെയ്താലൊന്നും കിട്ടില്ല. അത് നമ്മൾ ചോദിച്ച് ചോദിച്ച് മനസ്സിലാക്കുന്നതാണ്. ഒരു ദിവസം നിങ്ങൾക്ക് തീർച്ചയായിട്ടും മനസ്സിലാകും, ഓ ഇതിനാണല്ലേ ഞാനിവിടെ വന്നതെന്ന് മനസ്സിലാക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ സന്തോഷവും സമാധാനവും കിട്ടും. അപ്പോൾ തീർച്ചയായിട്ടും ഇനി നിങ്ങൾക്ക് ഇതേപോലത്തെ വെല്ലുവിളി വരുമ്പോൾ നമ്മൾ ചോദിക്കേണ്ട ചോദ്യം എന്ന് പറഞ്ഞാൽ, എനിക്ക് ഇതെങ്ങനെ ബ്രേക്ക് ചെയ്യാൻ പറ്റുന്നുള്ളതാണ്. അതായത് ചക്രവ്യൂഹത്തിൽ പെട്ട് കഴിഞ്ഞാൽ അത് പൊളിക്കാനുള്ള താക്കോലും നിങ്ങൾക്ക് യൂണിവേഴ്സ് തന്നിട്ടുണ്ടെന്നുള്ളതാണ്. അപ്പോൾ അടുത്ത തവണ നിങ്ങൾക്ക് ബന്ധങ്ങൾ ശരിയാവുന്നില്ലെങ്കിൽ നിങ്ങൾ ചോദിക്കുക, എന്തുകൊണ്ടാണ് ഞാൻ ഇത്തരം ആളുകളിലേക്ക് പോകുന്നത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. നമ്മളൊരു ആത്മപരിശോധന നടത്തിയിട്ട് ആദ്യം നമ്മളെ ഇതാക്കിയാൽ മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ എന്നാണ് ടാരോ ഇത് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ താങ്കൾക്ക് അവസാനം സംഗ്രഹമായിട്ട് പറയാനുള്ളത്, ഉപസംഹാരമായിട്ട് പറയാനുള്ളത്, നമ്മുടെ ജീവിതത്തിൽ മൾട്ടിപ്പിൾ പാറ്റേൺസ് വരുന്നുണ്ടെങ്കിൽ അത് നമ്മൾ തലവര എന്ന് പറഞ്ഞെടുത്താൽ നമ്മൾ അങ്ങനെ തന്നെ ജീവിച്ചു പോവുള്ളൂ. മറിച്ച് ഇതൊരു വെല്ലുവിളിയാണെന്നും ഇത് കടന്നു കഴിഞ്ഞാൽ നമുക്ക് അവസാനം അതിനേക്കാളും നല്ല ഒരു സമ്മാനം ലഭിക്കാനുണ്ടെന്നും ഇത് ജീവിതം നമ്മളെ പരീക്ഷിക്കുന്നതാണെന്നും നമ്മുടെ ഉള്ളിലുള്ള ചില, എന്താ പറയുക, അവബോധമായിട്ട് നമ്മുടെ ചില ചിന്തകളോ പാറ്റേണോ അതാണ് നമ്മളെ ഇങ്ങനെ ചിന്തിക്കുന്നതെന്ന് ഞാൻ ഒരു ഉദാഹരണം കൂടി പറയാം. ഉദാഹരണത്തിന് നമ്മളൊരു കല്യാണത്തിന് പോകാമെന്ന് കരുതിയുള്ളൂ. നമ്മൾ നിങ്ങൾ എന്ത് തരം ആളാണെന്ന് എനിക്കറിയില്ല. ഉദാഹരണത്തിന് ഞാൻ പോയി കഴിഞ്ഞാൽ ഞാനൊരു മൂലയ്ക്ക് ഇരിക്കുകയുള്ളൂ. ഒരിക്കലും ഞാൻ ആളുകളുമായിട്ട് ഇടപഴകാറില്ല. എപ്പോഴും ആളുകൾ എൻ്റെ അടുത്ത് വന്ന് മിണ്ടണം എന്നാണ് പതിവ്. അങ്ങനെ വരുമ്പോൾ നമ്മൾ ആ ഒരു പാറ്റേൺ ചൂസ് ചെയ്യാണ്. അതായത് നമ്മൾ എവിടെ പോയാലും നമ്മൾ സൈലൻ്റ് ആയിട്ടിരിക്കും എന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ അത് ബ്രേക്ക് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അടുത്ത തവണ ഞാൻ കല്യാണത്തിന് പോവുകയാണെങ്കിൽ ഞാൻ എല്ലാവരും വീണ്ടും മിണ്ടാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതേപോലെ നമ്മൾ ഇത് ചെയ്യുന്നു, എന്ത് വർക്കാവുന്നില്ലയോ അതിന് ഓപ്പോസിറ്റായിട്ട് നമ്മൾ ആയിക്കഴിഞ്ഞാൽ നമുക്ക് വേറെ റിസൾട്ട് കിട്ടുമോ എന്ന് നോക്കുക. തീർച്ചയായിട്ടും ഈ ജീവിതം എന്തിനുള്ളതാണ്? അതൊരു ശിക്ഷയല്ല, അതൊരു പാതയാണ്. ആ പാതയിൽ പാഠങ്ങൾ പഠിച്ച് ഉള്ള ജീവിതത്തിൽ ഹാപ്പിയായി ജീവിക്കൂ എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഐ വിഷ് യു വെരി ഗുഡ് ലക്ക്. അടുത്ത വീഡിയോയിൽ മറ്റൊരു ഇതുമായിട്ട് വരുന്നവരെ, ദിസ് ഈസ് യുവർ ട്രെയിനർ പ്രദീപ് സൈനിങ് ഓഫ്. താങ്ക് യു ഫോർ വാച്ചിങ്.